അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ കുറേ ദിവസമായി വീഡിയോ ചെയ്തിട്ട്, നോമ്പ് പെരുന്നാൾ അതിൻ്റെ തിരക്കുകളൊക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇൻഷാ അല്ലാഹ് നമുക്കിനി തുടർച്ചയായിട്ട് വീഡിയോസ് ചെയ്യണം. കുറേ ആളുകൾ വിളിച്ച് അന്വേഷണമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വീഡിയോയിലേക്ക് കേൾക്കാം. നമ്മളിപ്രാവശ്യം പല ആളുകൾക്കും പലതരം തടസ്സങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ തടസ്സങ്ങളെക്കുറിച്ച് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് നമുക്ക് ഓരോരോ ഇപ്പോൾ ഒരു പ്രവൃത്തി തുടങ്ങാൻ ഉദ്ദേശിക്കുമ്പോണ്ടാകുന്ന പ്രത്യേക തടസ്സങ്ങളുണ്ട്. ഇപ്പോൾ ശാരീരിക തടസ്സങ്ങളായിട്ടുണ്ടാവും, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള തടസ്സങ്ങളായിട്ടുണ്ടാവും, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള തടസ്സങ്ങളുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമുക്ക് വ്യത്യസ്ത കാര്യങ്ങളായിട്ട് തന്നെ പരിഗണിച്ചുകൊണ്ട് നോക്കാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരു പരിപാടി തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചു, അതിലേക്കുള്ള സ്റ്റെപ്പുകൾ വെച്ചു. ഇപ്പോൾ ഒരു കച്ചവട സ്ഥാപനമാണ് തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ അതിലേക്കുള്ള കാര്യങ്ങൾ ചെയ്ത് തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവുക. അതായത് എന്തെങ്കിലും അസുഖ രൂപത്തിൽ വരിക, അല്ലെങ്കിൽ വേദനകളുടെ രൂപത്തിൽ വരിക, അല്ലെങ്കിൽ അതിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്ത രീതിയിൽ മറ്റുള്ളവർക്ക്, നമ്മളെ കുടുംബത്തിലാർക്കെങ്കിലും, അതായത് നമ്മൾ പരിപാലിക്കേണ്ട നമ്മളെ അവകാശത്തിൽപ്പെട്ട ആളുകൾക്ക് ഇങ്ങനെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ആ കാര്യം നമ്മളെന്താണോ തുടങ്ങിയത് അതിലേക്ക് പോവാതിരിക്കുക. അതേപോലെ ഇപ്പോൾ ഷോപ്പുകളൊക്കെ തുടങ്ങുന്ന ആളുകളുണ്ട്. അവർ നല്ല പരിപാടികളൊക്കെ തുടങ്ങി സെറ്റിങ്സൊക്കെ കഴിഞ്ഞ് ഉദ്ഘാടനം അനുബന്ധിച്ച്, അല്ലെങ്കിൽ അതിലേക്കുള്ള ഓരോ സ്റ്റേജ് കണക്ക്, ഇപ്പോൾ ഉദാഹരണത്തിന് ഉദ്ഘാടനം തീരുമാനിച്ച് കഴിഞ്ഞതിന് ശേഷം സ്ഥിരമായിട്ട് പ്രശ്നങ്ങളുണ്ടാവുക. ഇപ്പോൾ നമ്മളെ സമീപിക്കുന്ന ചില ആളുകൾക്കൊക്കെ എല്ലാം സെറ്റായി റെഡിയായി വെച്ചു, പക്ഷേ ഉദ്ഘാടനം എടുത്തപ്പോൾ സ്ഥിരമായിട്ട് അസുഖങ്ങളുണ്ടായിട്ട് തുറക്കാൻ പറ്റാതെ കുറേ ദിവസം അങ്ങനെ പോയി. ഒരു 2 മാസത്തോളം സ്വയം ഒരു അസുഖമായിട്ട് പോയി. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു ഡേറ്റ് തീരുമാനിച്ചു, ഉപ്പാക്ക് അസുഖമായിട്ട് നാട്ടിലേക്ക് വരേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ഉള്ള ആളുകളുണ്ടാവും. അതേപോലെ തന്നെ അപ്പോൾ നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി, അത് സെറ്റായി, അതൊരാളെ ഏൽപ്പിച്ചു, ഒക്കെ ചെയ്തതിൻ്റെ ശേഷം അയാൾക്ക് പ്രശ്നങ്ങളുണ്ടാവുക, അയാൾക്ക് അതിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ നമുക്ക് തന്നെ വീണ്ടും അതിലേക്ക് പോകാനുള്ള അസുഖങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ അങ്ങനെ നമുക്ക് അസുഖം, ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ, ശാരീരിക അസുഖങ്ങൾ, അതിപ്പോൾ പല രൂപത്തിൽ വരാം. നമുക്ക് എന്തെങ്കിലും പനി പോലെ, അല്ലെങ്കിൽ ഇപ്പം അങ്ങോട്ട് പോകുന്ന സമയത്ത് വയറുവേദന പോലെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം, നമ്മൾ അതുവരെ ഇല്ലാത്തൊരു അസുഖം ആ പരിപാടി നമ്മൾ തുടങ്ങിക്കഴിഞ്ഞുമ്പോൾ ഒരു അസുഖം ഉണ്ടാവാം. അത് ചിലപ്പോൾ 2-3 മാസങ്ങളെടുത്ത് മാറുന്നു, നമ്മൾ വീണ്ടും അതിലേക്ക് ഇറങ്ങുന്നു. അപ്പോൾ അങ്ങനെ ഉള്ള ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഒരു പരിപാടി തുടങ്ങാൻ തീരുമാനിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ നമുക്ക് ചിലപ്പം കണ്ണീർ കൊണ്ട് മെയിനായിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ ഇനിയിപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും നമ്മളെ തൊട്ടടുത്തുള്ള കച്ചവടക്കാരനോ, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും തുടങ്ങാൻ പോകുമ്പം ഉള്ള അസൂയക്കാരിൽ നിന്നുള്ള പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവാം. അപ്പോൾ നമുക്ക് അങ്ങനെ അസൂയക്കാരുടെ കണ്ണീറിൻ്റെ ഒക്കെ മുമ്പായിട്ട് തന്നെ നമുക്ക് എല്ലാം ഒരു തുടക്ക സ്റ്റേജിൽ, ഇപ്പം കണ്ണീറായാലും ശരി, ഇനിയിപ്പോൾ അങ്ങനെ അസൂയക്കാരുടെ പ്രശ്നങ്ങളായാലും ശരി, ഇനി വേറെ എന്തെങ്കിലും പൈശാചിക തടസ്സങ്ങളായാലൊക്കെ ശരി, അത് മാറാൻ, അല്ലെങ്കിൽ നമ്മളൊരു പരിപാടി തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഏൽക്കാതിരിക്കാൻ. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു സാധനം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിനുള്ള ചികിത്സകൾ നോക്കി. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പ്രശ്നം, നമ്മൾ പരിപാടികളൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അതിനുള്ള പരിപാടികളൊക്കെ നോക്കി കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ നമുക്കിങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് നമുക്ക് ഇങ്ങനെ തുടങ്ങുന്ന സമയത്ത് നമുക്കിങ്ങനെ ഫീൽ ചെയ്യണം, നമ്മളിപ്പോൾ ഒരു പരിപാടി തുടങ്ങാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ നമ്മൾ മുമ്പ് ഇങ്ങനെ പരിപാടി തുടങ്ങിയപ്പോൾ നമുക്ക് ഇതേപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടായി, അല്ലെങ്കിൽ മുമ്പ് നമ്മൾ ഇതേപോലെ ഒരു കാര്യം ചെയ്യാൻ ശ്രമിച്ചപ്പം നമുക്ക് ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതേപോലെ നമ്മളൊരു പരിപാടി തുടങ്ങാൻ ഉദ്ദേശിച്ച് അതിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ നിലവിൽ ഇതേ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇനീഷ്യലായിട്ട് ചെയ്തു നോക്കാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ പറയുന്നത്. അതായത് നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് നിസ്കാരമൊക്കെ കൃത്യമായിട്ട് നിർവഹിക്കുക, അങ്ങനെയാണല്ലോ നമുക്കൊരു ബർക്കത്ത് ഏത് കാര്യത്തിലും പ്രതീക്ഷിക്കുക. അള്ളാഹുവിൻ്റെ ബർക്കത്താണ് ഏറ്റവും വലിയ ഭൂമിയിൽ നമുക്ക് ഏത് തടസ്സങ്ങളും മാറ്റി കിട്ടുക. അപ്പോൾ അതിന് ഉള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അതിന് റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തും വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ, ആ ദുആ എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷം നമ്മൾ പതിവായിട്ട് ചെല്ലുന്നതായിരിക്കും. എന്നാലും നമുക്ക് നിശ്ചിത എണ്ണം അവനവൻ്റെ താല്പര്യത്തിനനുസരിച്ച് കുറച്ച് എണ്ണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ ഇങ്ങനെ പരിപാടികളൊക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുമ്പം, അല്ലെങ്കിൽ നമുക്ക് തുടങ്ങി പകുതിയാകുമ്പോൾ, അല്ലെങ്കിൽ തുടങ്ങി അതിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഫാത്തിഹ, ആയത്തുൽ കുർസി, ഇഖ്ലാസ്, നാസ്, ഫലക്ക്, ഇത്
7 വട്ടം ചെല്ലുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഇനി അതല്ല ഏറ്റവും മിനിമമാണെങ്കിൽ 3 വട്ടെങ്കിലും. ഇനി അത് കൂടുതൽ ചെല്ലണമെന്നുണ്ടെങ്കിൽ 11, 21 ഒക്കെ അങ്ങനെ അവനവൻ്റെ സൗകര്യത്തിനും പ്രശ്നങ്ങൾക്കും അനുസരിച്ച് അവനവനെ അധികരിപ്പിച്ച് നമ്മളത് ഇഷ്ടത്തിന് ചെയ്യാം. അതേപോലെ തന്നെ ഒരു ദുആ, അല്ലാഹുമ്മ റബ്ബന്നാസ അദ്ഹിബിൽ ബഅസ ഇഷ്ഫി അൻത ഷാഫി ലാ ഷിഫാഅ ഇല്ലാ ഷിഫാഉക ഷിഫാഅൻ ലാ യുഗാദിറു സഖമൻ. ഈ ദിക്ർ നമ്മളെല്ലാ നിസ്കാരത്തിൻ്റെ ശേഷം ഇതേപോലെ തന്നെ നമുക്ക് എത്രത്തോളം പരിഗണിക്കാൻ പറ്റും അത്രത്തോളം അധികരിപ്പിച്ചിട്ടും നമ്മളെ പ്രശ്നങ്ങൾക്കനുസരിച്ച് ചെല്ലാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മൾ സദക്ക അധികരിപ്പിക്കുക. നമ്മളെപ്പോഴും പറയലുണ്ട്, എല്ലാവർക്കും ഒരു ധാരണ ഉണ്ട്, നമ്മളെ കയ്യിൽ കുറേ കൂടുതൽ പൈസ കിട്ടിയിട്ട് നമുക്ക് സദക്ക ചെയ്യാം, അല്ലെങ്കിൽ ആളുകൾക്ക് ദാനം കൊടുക്കാം. അപ്പോൾ ഈ സദക്ക നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കും എന്നാണ്, അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ തടുക്കുന്നതാണ്. അപ്പോൾ ഈ ഇതൊക്കെ ചെയ്യുന്നതോട് കൂടെ തന്നെ നമ്മൾ സദക്ക, ഈ സദക്ക എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും വലിയ എമൗണ്ട് കൊടുക്കുക, വലിയ സാധനങ്ങൾ കൊടുക്കുക, അങ്ങനെയൊന്നല്ല. നമ്മളിപ്പോൾ ഒരു പരിപാടിയൊക്കെ തുടങ്ങാൻ പോകുന്ന സമയത്ത് ഒരു ആടിനെ, പശുവിനെ എന്തെങ്കിലും അറുത്തിട്ട് നമുക്ക് ദാനം ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഇറച്ചി ദാനം ചെയ്യാം. ഇനി പാവപ്പെട്ട ആളുകളെ വിളിച്ചിട്ട് അവർക്ക് അരിയോ അല്ലെങ്കിൽ കിറ്റോ എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം. ഇനി ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഒരു ചിരി പോലും സദഖയാണെന്നാണ് റസൂൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്യാൻ പോകുമ്പോഴും അതിലേക്കൊരു ബർക്കത്തിന് വേണ്ടിയിട്ട് ഈ പറയുന്ന പോലെ എന്തെങ്കിലും ആടിനെ, പോത്തിനെ കറുത്തിട്ട് നമുക്ക് ഇത് സദഖ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. നമ്മളൊരു ബർക്കത്ത് പ്രതീക്ഷിക്കുമ്പോൾ, അതേപോലെ നമ്മളൊരു നന്മ പ്രതീക്ഷിക്കുമ്പോൾ, നമുക്കൊരു ഉയർച്ച പ്രതീക്ഷിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മൾ അതേപോലെ തന്നെ ആരെങ്കിലും എന്തെങ്കിലും ഇപ്പോൾ വീടുകളൊക്കെ ഒരാൾ വീട് എടുക്കാൻ തുടങ്ങുകയാണെങ്കിൽ അതിനോടിപ്പോൾ നമ്മളെ ചുറ്റും ചിലപ്പോൾ വീട് എടുക്കുമ്പം ചില പരിപാടികളൊക്കെ ചെയ്യാൻ, അതായത് വീടിന് തേപ്പ് നടത്താൻ, വീടിൻ്റെ റൂഫിൽ എന്തെങ്കിലും ചെയ്യാൻ, അല്ലെങ്കിൽ മതിലിന് എന്തെങ്കിലും ചെയ്യാൻ, ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ നമ്മളൊരു വീട് എടുക്കാൻ പോകുന്ന സമയത്ത് അങ്ങനെ ബുദ്ധിമുട്ടുന്ന ആൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക. നമ്മളൊരു കട എടുക്കാൻ പോകുന്ന ആൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മളൊരു പരിപാടിയൊക്കെ തുടങ്ങാൻ പോകുന്ന സമയത്താണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുക. അപ്പോൾ സദക്ക എന്ന് പറയുന്നത് ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ചിരിക്കുക, എല്ലാവരോടും ചിരിച്ചൊരു സദക്ക എന്നുള്ള രീതിയിൽ മനസ്സിൽ കാലുഷ്യമൊന്നുമില്ലാതെ എല്ലാവരോടും ചിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നന്മൻ്റെ ഒരു ഇതിലേക്ക് നമ്മൾ പ്രവേശിക്കുക. അതായത് നമുക്ക് അള്ളാഹുവിൻ്റെ ബർക്കത്ത് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് ആണ് നമ്മളൊരു കാര്യം ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ നിഅമത്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അള്ളാഹുവിൻ്റെ ഫളിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിലൂടെ നമുക്ക് മാനസികമായും ശാരീരികമായും കുടുംബപരമായും സാമ്പത്തികമായുള്ള ഉന്നതി പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ, ഇപ്പോൾ കച്ചവടമായാലും ശരി, വേറെ എന്തെങ്കിലും പ്രവർത്തികളായാലും ശരി, ഒക്കെ ഒരു ബർക്കത്ത്, നമുക്ക് ഹലാലായ ബർക്കത്ത് നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അള്ളാഹുവിലെ പ്രീതി സമ്പാദിക്കാനുള്ള ശ്രമം കൂടുതൽ ചെയ്യുക, ദിക്റുകൾ അധികരിപ്പിക്കുക, നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക, സദഖ വർദ്ധിപ്പിക്കുക, എല്ലാവരോടും കുറച്ചും കൂടി ഹൃദ്യമായിട്ട് പെരുമാറാനുള്ള ശ്രമങ്ങൾ നടത്തുക. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ കാര്യങ്ങളിലൊക്കെ അള്ളാഹു ഉയർച്ച ഉണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇങ്ങനത്തെ പരിപാടികളൊക്കെ തുടങ്ങി, ഒരു പരിപാടിയൊക്കെ തുടങ്ങി നമ്മൾ ഇതേപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു, എന്നിട്ട് നമുക്കതിൽ ശമനം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും സമീപിച്ച് നോക്കാം. ഇൻഷാ അല്ലാഹ് നമ്മൾ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ നേരിൽ സമീപിക്കാം. അപ്പോൾ അതിൽ കണ്ണേറാണോ, ഇനി സിഹറാണോ, കൂടി എന്തെങ്കിലും പ്രശ്നങ്ങളാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പൈശാചിക പ്രശ്നങ്ങളാണോ എന്നൊക്കെ നോക്കിയിട്ട് അതിനുള്ള ചികിത്സകൾ ചെയ്യാം. ഇനി അതല്ല, നമ്മളെ പ്രവർത്തികളിൽ ഉന്നതി കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അള്ളാഹു നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലും നമ്മളുടെ കാര്യങ്ങളിലൊക്കെ നമുക്ക് ബർക്കത്ത് നൽകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും ഒക്കെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ പ്രവൃത്തികൾ എല്ലാവർക്കും സന്തോഷമാവുന്ന രീതിയിൽ അധികരിപ്പിച്ച് ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.